സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രൺഫെൽസി എന്നറിയപ്പെടുന്ന ചെടിയാണ്. പക്ഷേ കോമൺ ആയിട്ട് ഇത് അറിയപ്പെടുന്നത് യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്നാണ്. അതുകൂടാതെ വേറൊരു പേര് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ പേര് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 വിധത്തിലുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. തുടക്ക സമയത്ത് ആദ്യം ഉണ്ടാകുമ്പോഴത്തേക്കും ഡാർക്ക് വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. അത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് മാറിയിട്ട് ഒരു ലാവണ്ടർ ഷെയ്ഡിലേക്ക് മാറും, അല്ലെങ്കിൽ ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലേക്ക് മാറുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പൂക്കൾ തൂവെള്ളയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു സ്റ്റേജുണ്ട്. അപ്പോഴത്തേക്കും ഇത് പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് പോലെ ഇരിക്കും. കളറെല്ലാം മാറിയിട്ട് ഫുൾ ഒരു എന്താ പറയുക, നല്ല സുതാര്യമായ രീതിയിലേക്ക് ഇതളുകൾ മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പൂക്കളാണ് ഇതിൻ്റെ ഈ ഓൾ സീസൺ. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് ഓൾ സീസൺ എന്ന് പറയാൻ പറ്റും. നല്ല മഴക്കാലം ഒഴിച്ച് ബാക്കി വർഷത്തിൽ എല്ലാ ദിവസവും പൂക്കളുണ്ടാകുന്ന ചെടിയാണിത്. ഇതിൻ്റെ നാടൻ വെറൈറ്റി ഉണ്ട്. നാടൻ വെറൈറ്റി പക്ഷേ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുകയില്ല. അത് ഇടയ്ക്ക് മാത്രമേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഹൈബ്രിഡ് വെറൈറ്റിയിലാണ് എപ്പോഴും ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നത്. നാടൻ വെറൈറ്റി ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ നിറച്ചുണ്ടാകും. പിന്നെ എൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് നാടൻ വെറൈറ്റിക്ക് നല്ല സ്മെല്ലായിരിക്കും. ഇതിന് സ്മെല്ലിന് കുറവൊന്നുമില്ല, പക്ഷേ നാടൻ വെറൈറ്റിയുടെ അത്രയും മണം ഇതിനുണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഈ ഹൈബ്രിഡ് വെറൈറ്റിക്ക് പാടാണ്. ഇതൊരു 10-20 കമ്പൊക്കെ നട്ട് കഴിഞ്ഞിട്ട് 1-2 വെല്ലം പിടിച്ച് കിട്ടിയാലായി. പക്ഷേ നമുക്ക് നാടൻ വെറൈറ്റി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കമ്പുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഏതെങ്കിലും റൂട്ടിൻ ഹോർമോണിൽ കൂടെ മുക്കിയിട്ട് നമ്മൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ 2 വെറൈറ്റി തമ്മിലുള്ള വ്യത്യാസം. ഹൈബ്രിഡ് വെറൈറ്റി പിന്നെ ഇതുപോലെ തന്നെ നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ പരന്ന് നല്ല ഭംഗിയായിട്ട് വരും. നാടൻ വെറൈറ്റി കമ്പ് പോലെ മുകളിലേക്ക് നല്ല ഹൈറ്റിലാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത്. പൂക്കളെല്ലാം സെയിം തന്നെയാണ്. എൻ്റെ കയ്യിൽ ഈ 2 വെറൈറ്റിയും ഉണ്ട്. പിന്നെ എനിക്ക് എന്നാലും കൂടുതൽ ഇഷ്ടം ഈ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. കാര്യം ഇത്രയും പൂക്കൾ തരുന്നത്, എപ്പോഴും ഇങ്ങനെ പൂക്കൾ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെറൈറ്റിയാണ് ഇത്തിരി കൂടെ താല്പര്യം. പിന്നെ അധികം പരിചരണമൊന്നും വേണ്ടാത്ത ചെടിയാണ്. എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനെ പോലെ തന്നെ നല്ല വെയിലത്ത് വെക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നല്ല രീതിയിൽ പൂക്കൾ വരണമെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ ഫാക്ടോഫോസ് ഒരു കുറച്ച് എൻ്റെ ചുവട്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിലും വലിയ വലപ്രയോഗം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന ചെടി തന്നെയാണിത്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അധികം കീടശല്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ചെടിയാണ്. പിന്നെ കെയറിങ്ങും താരതമ്യേന നല്ല എളുപ്പമായിട്ടുള്ള ചെടിയാണ്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ തുടക്ക സമയമായതുകൊണ്ടാണ് ഇത്രയും കുറവ് പൂക്കൾ. ഇനിയിപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നത് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇലകൾ പോലും കാണത്തില്ല. അതുപോലെ ഈ ഓരോ തണ്ടിൻ്റെ അറ്റം മുതൽ നിറഞ്ഞ് പൂക്കളായിരിക്കും. അത്ര ഭംഗിയാണ്. ഇതിപ്പോൾ ഞാൻ തുടക്ക സമയത്തിലുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് പൂക്കൾ കുറവായിട്ട് തോന്നുന്നത്. ഇനി അങ്ങോട്ട് പൂക്കൾ കൂടിക്കൂടി വരികയേ ഉള്ളൂ. എന്തായാലും ഇത് എല്ലാവർക്കും പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നടാൻ പറ്റിയ നല്ലൊരു ചെടി തന്നെയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ എല്ലാ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകളൊക്കെ അവൈലബിളാണ്. പിന്നെ അതുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ ചെടികളൊക്കെ, പൂക്കളെപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലത്തെ ചെടികളൊക്കെ നട്ടു വളർത്താൻ ശ്രദ്ധിക്കണം. ഇത് ഈ കാണിക്കുന്ന ഒരു നാടൻ വെറൈറ്റിയാണ്. ഇതിനകത്തും പൂക്കൾ ഇതുപോലെ തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്യും, പക്ഷേ എപ്പോഴും പൂക്കളുണ്ടാകത്തില്ല. പിന്നെ നല്ല ഹൈറ്റിലാണ് പോകുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം പൂക്കളും എല്ലാം ഒക്കെ മണമൊക്കെ ഏകദേശം സെയിമാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് മണം കൂടുതലാണ്, അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.